അതെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേക പവർ തന്നെയുണ്ട്. വെറും ഒരു പൗർണമി എന്നതിലുപരി ഇത് മാനിഫെസ്റ്റേഷന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇതിന്റെ പിന്നിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കിയാലോ? നമസ്കാരം, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിലെ ഊർജങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ അതിശക്തമായ ഊർജം ഭൂമിയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് പൗർണമി. എന്നാൽ ഇന്നത്തെ പൗർണമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് ഈ വർഷത്തെ പിങ്ക് മൂൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ പിങ്ക് മൂൺ എന്താണെന്നും ഈ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും നോക്കാം. ചന്ദ്രൻ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ടല്ല ഇതിനെ പിങ്ക് മൂൺ എന്ന് വിളിക്കുന്നത്. വടക്കേ അമേരിക്കയിലെ വസന്തകാലത്ത് പൂക്കുന്ന ഫ്ലോക്സ് സുബലത എന്ന ഒരുതരം പിങ്ക് പുഷ്പങ്ങളുടെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത്. ഇന്ന് ഇതൊരു പുതിയ തുടക്കത്തിന്റെ, വളർച്ചയുടെ, സ്നേഹത്തിന്റെ പ്രതീകമാണ്. പൗർണമി എന്നത് റിലീസിങ്ങിന്റെ സമയമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയവയ്ക്ക് ഇടം നൽകുക. ഒരു പേപ്പറിൽ നിങ്ങളുടെ മനസ്സിലുള്ള പേടികൾ, ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾ എഴുതുക. അത് ഇന്ന് രാത്രി ചന്ദ്രനെ നോക്കി കത്തിച്ചു കളയുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴുകിപ്പോകുന്നതായി സങ്കല്പിക്കുക. ശേഷം ശാന്തമായ മനസ്സോടെ ഈ വാക്കുകൾ ആവർത്തിച്ച് പറയുക. എന്നെ തളർത്തുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഭയത്തെയും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. എന്നെ തളർത്തുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഭയത്തെയും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അനന്തമായ അനുഗ്രഹം ഇപ്പോൾ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അനന്തമായ അനുഗ്രഹം ഇപ്പോൾ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ സുരക്ഷിതയാണ്. എൻ്റെ ജീവിതം സമൃദ്ധിയിലേക്ക് നീങ്ങുകയാണ്. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ സുരക്ഷിതയാണ്. എൻ്റെ ജീവിതം സമൃദ്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ പിങ്ക് മൂൺ വളർച്ചയുടെ സമയമായതിനാൽ പുതിയ തുടക്കങ്ങൾക്കായി ഇന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക. സ്നേഹം, ബന്ധങ്ങൾ, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും വളരെ മികച്ച സമയമാണിത്. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇതിനകം സഫലമായി എന്ന് വിശ്വസിച്ച് പ്രപഞ്ചത്തിന് നന്ദി പറയുക എന്നതാണ്. അപ്പോൾ ഇന്നത്തെ പൗർണമി വെറുതെ കളയാതെ ഈ ഊർജം നിങ്ങളുടെ നല്ലതിനായി ഉപയോഗിക്കുക. ഇന്ന് ഈ അഫർമേഷൻ ചൊല്ലാൻ തുടങ്ങുക. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നാളത്തെ നിങ്ങളുടെ അനുഭവം കമന്റിൽ ഷെയർ ചെയ്യൂ. താങ്ക് യു.